പലസ്തീനും ഇറാനും പശ്ചിമേഷ്യയിലെ സംഘർഷവും അവസാന ലാപ്പിൽ നിലമ്പൂരിൽ ചർച്ചയാണ്. മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം ചർച്ചയാകാതിരിക്കാനെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യരുത്. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ പാലസ്തീൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂര് വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. നിലമ്പൂര് സ്പെഷ്യലാണ്, പാലസ്തീൻ പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. പാലസ്തീൻ എന്താണ്? ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ ദുഷ്ചെയ്തികൾ മുഴുവൻ ഇവിടെ ചർച്ചയാകരുത്. അപ്പോ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആർക്കെങ്കിലും വേറെ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ? ആ യുദ്ധവും ആ ആക്രമണത്തെ എല്ലാവരും തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചർച്ചയാക്കണം. എന്താണ്? ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ചർച്ച. ഇത്ര വിവരക്കേട് പറയുന്ന പ്രതിപക്ഷ നേതാവ് വേറെയില്ലെന്നും കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ വിമർശനം. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്തും പറയാം, യാതൊരു മടിയുമില്ല. പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക പട്ടാളമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇറാനെതിരായിട്ട് കടന്നാക്രമണം നടത്തിയതിന് എന്ത് ന്യായീകരണമുള്ളത്? ഒരു ന്യായീകരണമില്ല. രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ഇസ്രയേലി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനത്തിന് M. സ്വരാജിന്റെ മറുപടി. ഇടതുപക്ഷത്തിന് എല്ലാ കാലവും യുദ്ധവിരുദ്ധ നിലപാടാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് കരുതിയോ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനോ അല്ല ഇത്തരം നിലപാടുകൾ എടുക്കുന്നത്. UDF-ന് അത്തരം ലക്ഷ്യമുള്ളതുകൊണ്ടാകാം പശ്ചിമേഷ്യൻ വിഷയം പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഭയപ്പെടുന്നതെന്നും M. സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? പിന്നെ എല്ലാ കാലത്തും ഇസ്രായേലെന്നല്ല, ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി എന്തെല്ലാം പറഞ്ഞാലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ആകില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് യുദ്ധത്തിനെതിരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആ ഭാഗത്ത് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. യുദ്ധത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. CPM എവിടെയുണ്ട്? CPM-ന്റെ നിലപാടിന് എന്ത് പ്രസക്തിയുണ്ട് ഇന്ത്യ രാജ്യത്തിന്? കേരളത്തിലെ മുഖ്യമന്ത്രിയെ നമുക്ക് പരിശോധിക്കാം. പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ തോറ്റില്ലേ? കേരളം കഴിഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വേറൊരു സ്ഥലത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിരുന്നോ? ഞാൻ പോലും പോയിരുന്നു ബോംബെയിൽ. ഇറാന് മേലുള്ള ഇസ്രായേൽ നടപടിയിൽ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിൻ്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. TG സയ്യിദ് വിവരങ്ങളുമായി ചേരും. സയ്യിദ്, ഒരുപാട് വിഷയങ്ങൾ നമ്മളൊക്കെ നിലമ്പൂരിൽ നിൽക്കുന്ന സമയം മുതൽ തന്നെ നിരവധി വിഷയങ്ങൾ കടന്നു വന്നിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലുടനീളം. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടി കടന്നു വരുമ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും മറുപടികൾ പറയുകയും തങ്ങൾ ഈ വിഷയങ്ങളിൽ മുൻപ് സ്വീകരിച്ച നിലപാടുകളെ ന്യായീകരിക്കുകയും മറ്റുമാണ് മുന്നണികളും നേതാക്കളുമൊക്കെ. ഇസ്രായേൽ വിഷയം തന്നെയാണ് ഇപ്പോൾ സജീവ ചർച്ച എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും നിലമ്പൂർ പോലെയുള്ള ന്യൂനപക്ഷ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ ചർച്ചയാക്കാത്ത മാർഗവുമില്ല ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകളെ, അല്ലേ?
രഞ്ജിത്ത്, അതാണ് വളരെ രസകരമായ കൗതുകകരമായ രാഷ്ട്രീയം തന്നെയാണ് നിലമ്പൂർ കൈകാര്യം ചെയ്യുന്നത്. കാരണം പശ്ചിമേഷ്യൻ വിഷയം, ഒരു അന്താരാഷ്ട്ര വിഷയം, കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്ര സജീവ രാഷ്ട്രീയ വിഷയമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇതുവരെ ഇടതുപക്ഷമാണ് ഈ വിഷയം ശക്തമായി ഉന്നയിച്ചിരുന്നതെങ്കിൽ ഇന്നു മുതൽ കോൺഗ്രസും ഈ വിഷയത്തിലേക്ക് ഇടപെടുകയാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് പ്രതികരിക്കുന്നില്ല എന്ന CPM-ന്റെ വിമർശനത്തിലാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകുന്നത്. അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതലേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ നിലപാടുള്ളതാണ്. ഇടതുപക്ഷത്തിനാണ് ഇതിൽ നിലപാടിന്റെ വ്യക്തത കുറവുള്ളത് എന്ന മറുപടിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതേസമയം ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് വീണ്ടും സ്വീകരിച്ചു എന്നതുകൊണ്ട് തന്നെ ഇതിൽ കോൺഗ്രസ് നിലപാട് പറയണം എന്ന രീതിയിലേക്ക് CPM ഉന്നയിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നിലപാട് തുടരുക. സൈത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രി പോത്തുകല്ലിൽ എത്തിക്കഴിഞ്ഞു. അവിടെ പോത്തുകല്ലിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണ യോഗം. നമുക്കറിയാം, ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന് സ്ഥലം കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ കാണാം. പ്രത്യേകിച്ചും ഇന്ന് താരപ്രചാരകരുടെ ഒരു ദിവസം കൂടിയാണ്. ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട് എന്നുള്ളതാണ്. സജിത്ത്, നമ്മൾ പറഞ്ഞു വന്നത് പശ്ചിമേഷ്യ എങ്ങനെ നിലമ്പൂരിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. അത് തുടരാം. അതെ രഞ്ജിത്ത്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോൺഗ്രസിന്റെ നിലപാടാണ് നമ്മൾ പറഞ്ഞു തന്നത്. കോൺഗ്രസിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സുവ്യക്തമായ നിലപാടുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിഷയം പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഒതുക്കരുത് എന്ന ജാഗ്രതയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം പശ്ചിമേഷ്യൻ വിഷയമല്ല, ബോധപൂർവമായി CPM ഇത് ചർച്ചയാക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട്. ഇടതുപക്ഷം മാത്രം ഇത് ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ വാദിക്കുന്നത്. എന്തായാലും CPM ഇത് ഉന്നയിക്കുകയാണ്. പ്രത്യേകിച്ച് ലീഗ് ഘടകകക്ഷികളെ അല്ലെങ്കിൽ നിലമ്പൂരിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ UDF-ലെ മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ പരസ്യ നിലപാടുണ്ട്. അല്പസമയം മുമ്പ് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അതേ നിലപാട് തന്നെ CPM-നുണ്ട്. പക്ഷേ എവിടെ കോൺഗ്രസിന്റെ നിലപാടെന്ന ചോദ്യം CPM ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഈ പശ്ചിമേഷ്യൻ വിഷയത്തിന്റെ രാഷ്ട്രീയം നിലമ്പൂർ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് പരമാവധി ചർച്ചയാക്കാനാണ് ശ്രമിക്കുന്നത്. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലം എന്നത് തന്നെയാണ് ഈ വിഷയത്തിന് ഈ ഉപതെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം. അത് ആ തരത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു മുന്നോട്ട് വെച്ചത്. അത് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ് ഇടതുപക്ഷം. ജമാഅത്ത് UDF ബന്ധത്തെക്കുറിച്ച് വളരെ നിർണായകമായ പ്രചരണങ്ങൾ. ഏറ്റവും ഒടുവിൽ M സ്വരാജ് രേണുകയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിനെതിരെയാണ്. അവർ UDF-ന്റെ ചാനലായി പ്രവർത്തിക്കുന്നു എന്നുള്ള നിശിതമായ വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ജമാഅത്തിന്റെ UDF പിന്തുണയിലും നിലപാട് കടുപ്പിച്ച CPM പഹൽഗാം ആക്രമണത്തിൽ അപലപിക്കാത്ത ഒരേ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണെന്നും അവരുടെ വക്കീൽ നോട്ടീസ് നിയമപരമായി നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണോ ദേശീയതലത്തിൽ വന്ന ചോദ്യം MV ഗോവിന്ദൻ ആവർത്തിച്ചു. അതേസമയം ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുക്കുക ലക്ഷ്യമായി പ്രഖ്യാപിച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി മതേതര പാർട്ടിയായ കോൺഗ്രസിന് എങ്ങനെ ചേരാനാകുമെന്നായിരുന്നു EP ജയരാജന്റെ ചോദ്യം. മതേതരവാദികളിലും മതന്യൂനപക്ഷങ്ങളിലും ഇത് ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കിയിട്ടുണ്ട്. RSSന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടെന്നും EP വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമി അവരുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അവരിപ്പോൾ പൂർണ്ണമായും UDF-നോടൊപ്പമായിട്ട് എങ്ങനെയാണ് ഒരു മതേതര പാർട്ടിക്ക് ഇന്ത്യയിൽ ഇസ്ലാം രാഷ്ട്രം കെട്ടിപ്പടുക്കലാണ് ഞങ്ങളുടെ ചുമതല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ നയം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവരുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് യോജിക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാട് മുസ്ലിം സമുദായത്തിനെതിരാണ്.
RSSനെ പോലെയുള്ള വർഗീയ ശക്തികൾക്ക് എടുത്തുപയോഗിക്കാൻ കഴിയുന്നതാണിത്. പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുള്ളത് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി MP അഖിലേന്ത്യാ നേതാവ് വ്യക്തമാക്കണം. ഒരു മണ്ഡലത്തിൽ കുറെ വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും തുടർന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന ഒരു മുന്നണിയെ കേരളത്തിലെ UDF ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുന്നതിന് വേണ്ടി അഖിലേന്ത്യാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. പഹൽഗാം സംഭവം നടന്നപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതിനെതിരായിട്ട് പ്രതിഷേധം നടന്നത്. ആദ്യം ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിലമ്പൂരിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ചയാകാതിരിക്കാനാണ് ജമാഅത്ത് പിന്തുണ ഉയർത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി പണ്ട് EMS എടുത്ത മാതിരി ഒരു പരിപാടി എടുത്ത പണ്ട് EMS ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ ഒരു പരിപാടി ചെയ്തു സദ്ദാമിന്റെ. അതുപോലെ ഒന്ന് ഇട്ടുനോക്കിയതാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വിഷയം. നിലമ്പൂരിൽ എന്തായാലും അതല്ല ചർച്ച. നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ വരെ പാലസ്തീന്ന് നാവിന്ന് വന്നിട്ടുണ്ട്. നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഏതായാലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ അത് ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യം MP ഗോവിന്ദിൻ്റെതാണ്. അത് ചോദിച്ചിരിക്കുന്നത് ദേശീയ നിലപാട് ഇത് തന്നെയാണോ കോൺഗ്രസിന് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രവാദികളായ ഒരു സംഘടനയോട് ചേർന്ന് പോവുക എന്നുള്ളത് കോൺഗ്രസിന് എത്രത്തോളം ആശാസ്യകരമാണ് എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ്. ഇതുതന്നെയാണോ പൊതുയോഗങ്ങളിലും ഒക്കെ നേതാക്കൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന വിഷയം? രഞ്ജിത്ത്, കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ജമാഅത്തെ വിഷയത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ മുഖ്യമായിട്ടും ഈ വിഷയം ഉന്നയിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും കൃത്യമായിട്ട് ഇക്കാര്യം മാത്രം മാധ്യമങ്ങൾക്ക് മുമ്പിലാവട്ടെ പ്രസംഗങ്ങളിലാവട്ടെ ഇത് ഉന്നയിക്കുകയാണ്. മറിച്ച് കോൺഗ്രസ് ആകട്ടെ ജമാഅത്തെ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇത് മറുപടി പറയേണ്ട കാര്യമില്ല. ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുവാൻ വേണ്ടി, ചർച്ചയാകാതിരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷം ഉന്നയിക്കുന്ന പരാജയം മുന്നിൽ കണ്ടുള്ള നടപടിയാണ്, അല്ലെങ്കിൽ അത്ര നീക്കമാണ് എന്ന തരത്തിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടപടി. ഈ ഒരു വിശദീകരണം നമുക്കറിയാം. ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കോൺഗ്രസിൽ ഇതിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു അഭിപ്രായത്തിലേക്ക്, ഈ ഒഴിഞ്ഞു മാറിക്കൊണ്ടുള്ള അഭിപ്രായമല്ലാതെ മറ്റൊന്നിലേക്ക് കിടക്കാത്തത്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. ലീഗിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ലീഗിന്റെ മുൻ പാണക്കാട് തങ്ങന്മാർ, അതേപോലെ CH മുഹമ്മദ് കോയയുടെ നിലപാടാണോ ഇപ്പോൾ എടുത്ത് തുടങ്ങി മൺമറഞ്ഞ ലീഗ് നേതാക്കളെ ഈ പേര് പരാമർശിച്ചുകൊണ്ട് ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കാണ് ഇടതുപക്ഷം ഈ വിഷയം ഉന്നയിക്കുന്നത്. പക്ഷേ ലീഗ് ആകട്ടെ ഇത് പ്രതിരോധിക്കുന്നത് ഇടതുപക്ഷം 30 വർഷം കൂടെ കൂട്ടിയതാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചിട്ടില്ല. അന്ന് ഈ എല്ലാവിധ പരിഗണനയും സമസ്തയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടതുപക്ഷം കൊടുത്തിരുന്നു. അത് വഖഫ് ബോർഡിലാകട്ടെ പാഠപുസ്തക കമ്മിറ്റിയിലാകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ലീഗ് ഇതിനെ പ്രതിരോധിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഇതിനെ കാണുന്നത് ഈ വിഷയം കൂടുതൽ ചർച്ചയാകാതിരിക്കാൻ, മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ഇടതുപക്ഷം ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ വിഷയത്തിൽ നമ്മൾ അല്പസമയം സണ്ണി ജോസഫിനോട് MP ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ച പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയാതെ മാറുകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ UDF ഇതിൽ ഇവർ ഉന്നയിക്കുന്ന വികസന പ്രശ്നങ്ങളും ഭരണത്തിലെ വിഷയങ്ങളിലും മാത്രം ഊന്നിക്കൊണ്ട് ആ വിഷയം കൂടുതൽ പ്രചരണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ, മറുവശത്ത് ഈ പഹൽഗാമിലെ ജമാഅത്തിന്റെ നിലപാടാവട്ടെ, ജമാഅത്തെ ഒപ്പം കൂട്ടിയതിന്റെ നിലപാടാവട്ടെ, അത്തരം വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് UDFനെ കടന്നാക്രമിക്കുകയാണ് ഇവിടെ LDF ചെയ്യുന്നത്. ശരി, അനുമോദ് അവിടെ തുടരുന്നുണ്ട്.